അർപ്പിച്ചിടാൻ ഞങ്ങളണയുന്നു. കാൽവരി മലയിലെ ത്യാഗബലി അർപ്പിച്ചിടാൻ ഞങ്ങളണയുന്നു. ജീവിതഭാരവും സുഖവും ദുഃഖവും സ്വീകരിക്കണമേ സ്നേഹദാതാ. ജീവിതഭാരവും സുഖവും ദുഃഖവും സ്വീകരിക്കണമേ സ്നേഹദാതാ. സ്നേഹപിതാവിൻ ഭവനമുതിൽ പരിശുദ്ധമാവും അൽത്താരയിൽ അനുഭാവമോറും ഹൃദയവുമായി അണയുന്നു സ്നേഹവിരുന്നിന്ന. സ്നേഹമുള്ളവരെ, ഈ നല്ലൊരു ദിവസത്തിൽ തമ്പുരാനോട് കൂടി ആയിരിക്കുവാനായിട്ട് തമ്പുരാൻ്റെ അൾത്താരയ്ക്ക് ചുറ്റും ഒന്നിച്ചുകൂടി ഏറ്റവും പശ്ചാത്താപം നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഭക്തിയോടുകൂടി ബലിയർപ്പിക്കുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. പശ്ചാത്താപം നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്നേഹത്തിൻ്റെ ഈ ബലി നമുക്കൊന്ന് ചേർന്ന് ഒരേ മനസ്സോടുകൂടി ഒരേ ആത്മാവോടുകൂടി നമുക്കൊന്ന് ചേർന്ന് അർപ്പിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഇന്നത്തെ ബലിയിൽ നാം ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നോ, ആർക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നോ അവരെ എല്ലാവരെയും നമുക്ക് ഈ അൾത്താരയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളെ അഭിലാഷങ്ങളെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് പ്രാർത്ഥന വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു പ്രാർത്ഥനാ നിയോഗം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞ് മരിച്ചിട്ട് ഇന്ന് 13 വർഷമാകുകയാണ്. അപ്പോൾ ആ വർഷത്തിൽ ഈ ദിവസത്തിൽ ആ കുഞ്ഞിൻ്റെ ആത്മശാന്തിക്കായിട്ട് നിത്യശാന്തിക്കായിട്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ ഈ ബലി നമുക്കൊന്ന് ചേർന്ന് അർപ്പിക്കാം. In the name of the Father, and of the Son, and of the Holy Spirit. Amen. The grace of our Lord Jesus Christ, and the love of God, and the communion of the Holy Spirit be with you all. ഇരിക്കാം. നമ്മളെല്ലാവരും ഹൃദയത്തിലേക്കൊന്നുകൂടെ തിരിഞ്ഞു നോക്കിയിട്ട് തെറ്റുകളും കുറ്റങ്ങളും ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സൈഡിലൂടെ തെറ്റുകൾ ഉണ്ടെന്ന് ബോധ്യമുണ്ടായെങ്കിൽ ആത്മപരിശോധന ചെയ്യാനുള്ള സമയമാണ്. ഇവിടെ ഈ അപ്പം മുറിക്കുമ്പോൾ, ഈ വീഞ്ഞ് പങ്കുവെക്കുമ്പോൾ നമ്മൾ തന്നെയാണ് മുറിയപ്പെടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ മുറിയപ്പെടുമ്പോൾ ഏറ്റവും വിശുദ്ധിയുള്ള മുറിയപ്പെടലായിരിക്കണം, ദൈവം ആഗ്രഹിക്കുന്ന മുറിയപ്പെടലായിരിക്കണം. അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു മുറിയപ്പെടലിന് ഞാൻ യോഗ്യനാണോ, അഥവാ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഉണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ഒരു നിമിഷം നമുക്ക് മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാം. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് തമ്പുരാനോട് യാചിക്കാം. I confess to Almighty God and to you, my brothers and sisters, that I have greatly sinned in my thoughts and in my words, in what I have done and in what I have failed to do. Through my fault, through my most grievous fault. Therefore I ask Blessed Mary, our Virgin, all the angels and saints,
and you, my brothers and sisters, to pray for me to the Lord our God. Lord Jesus, you came to reconcile us to you, one another, and to the Father. Lord, have mercy. Lord Jesus, you healed the wounds of sin and division. Christ, have mercy. Lord Jesus, you intercede for us with your Father. Lord, have mercy. May Almighty God have mercy on us, forgive us our sins, and bring us to everlasting life. Amen. Let us pray. God of might, giver of every good gift, put into our hearts the love of your name, so that by deepening our sense of reverence, you may nurture in us what is good, and by your watchful care, keep safe what you have nurtured. Through our Lord Jesus Christ, your Son, who lives and reigns with you, the one God, forever and ever. Amen. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ ഒരു സ്പർശിക്കാവുന്ന വസ്തുവിനെയോ എരിയുന്ന അഗ്നിയെയോ അന്ധകാരത്തെയോ കാർമേഘത്തെയോ ചുഴലിക്കാറ്റിനെയോ കാഹളധ്വനിയെയോ ഇനി അരുതേ എന്ന് കേട്ടവരെ കൊണ്ട് പറയിക്കുന്ന വാക്കുകളുടെ മുഴക്കത്തെയോ അല്ല നിങ്ങൾ സമീപിക്കുന്നത്. സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറൂസലമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുൻപിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിന്റെ സൗധത്തിലേക്കും ആബേലിന്റെ രക്തത്തേക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സുവിശേഷഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. പരിശുദ്ധനാകുന്ന റൂഹ വന്നണഞ്ഞിടുന്ന നേരം, പരിശുദ്ധനാകുന്ന റൂഹ വന്നണഞ്ഞിടുന്ന നേരം, ശക്തി ചൈതന്യങ്ങളേറും നവജയമായി നാം മാറും. ശക്തി ചൈതന്യങ്ങളേറും നവജയമായി നാം മാറും. The Lord be with you. A reading from the Holy Gospel according to Saint Luke. Glory to you, O Lord.